അടുക്കള കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഇത്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ പർച്ചേസ് ചെയ്ത് വാങ്ങാറുണ്ട്. അതുപോലെ നമുക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ഇതൊരു ഡിഷ് വാഷ് കം ഹാൻഡ് വാഷ് ഡിസ്പെൻസറാണ്. നമുക്ക് കിച്ചണിൽ എന്തായാലും പാത്രമൊക്കെ കഴുകാനായിട്ട് നമുക്കൊരു സോപ്പ് ഡിസ്പെൻസർ വേണം. അപ്പോൾ തന്നെ നമുക്ക് കൈ കഴുകാനോ അല്ലെങ്കിൽ നമ്മൾ മീനൊക്കെ വെട്ടിയിട്ടോ അല്ലെങ്കിൽ ചിക്കനൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് കൈ കഴുകാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഹാൻഡ് വാഷ് നമ്മൾ അടുക്കളയിൽ കരുതാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്പോഞ്ച് സ്ക്രബറും കൂടെ കിട്ടും. നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ മറ്റ് വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഡിഷ് വാഷിൻ്റെ ഡിസ്പെൻസർ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഹാൻഡ് വാഷും കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പറ്റും. ഇനി നമുക്ക് ഇത് മുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു പാർട്ട് ഇളക്കി എടുത്തിട്ട് വേണമെങ്കിൽ ആ ഡിഷ് വാഷിൻ്റെ മാത്രമായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ബ്ലാക്ക് ബോക്സ് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു സ്പ്രിങ് വരുന്ന ആ ഒരു പൈപ്പും കൂടെ നമുക്ക് റിമൂവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഇതിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇത് അതുപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാം. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതല്ലാതെ നമുക്ക് മൊത്തത്തിൽ ഇത് ഊരി മാറ്റിയിട്ടാണെങ്കിലും നമുക്കിത് ഫില്ല് ചെയ്യാം. ഇത് യൂസ് ചെയ്യാനാണെങ്കിലും പാടില്ല. നമുക്കിങ്ങനെ മുകളിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് ആ ലിക്വിഡ് നമുക്ക് മുകളിലേക്ക് കിട്ടും. ഇപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്പോഞ്ചിലേക്ക് ആ ഒരു ലിക്വിഡ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് പാത്രം കഴുകാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. ഇനി ഇതിൻ്റെ ആ ഒരു അടപ്പ് ഭാഗം മുഴുവനായിട്ട് നമുക്ക് ഊരിയെടുത്തിട്ട് നോക്കാം. നമുക്കിതുപോലെ പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ തന്നെ 2 കണ്ടെയ്നറായിട്ട് നമുക്ക് കാണാം. ഒന്നിനകത്തിൽ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഫില്ല് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ അടുത്തതിനകത്ത് നമുക്ക് ഹാൻഡ് വാഷ് ഫില്ല് ചെയ്യാനുള്ളതും നമുക്ക് അങ്ങനെ 2ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ 2ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹാൻഡ് വാഷ് ഫില്ല് ചെയ്യണം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡിഷ് വാഷ് ഫില്ല് ചെയ്യണം. അതിനായിട്ട് നമുക്കിത് തുറന്നെടുക്കാം. തുറന്നെടുത്തിട്ടായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഏതൊക്കെ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വിമ്മിൻ്റെ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഡിഷ് വാഷ് ഫില്ല് ചെയ്യേണ്ടടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയും ആഡ് ചെയ്ത് കൊടുക്കണോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല അതിൻ്റെ കൂടെ ചിലർ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഭാഗത്ത് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് ഹാൻഡ് വാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചന്ദ്രികയുടെ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വീണ്ടും റീഫിൽ ചെയ്ത് കൊടുത്താൽ മതി തീരുന്നതിനനുസരിച്ച്. എന്നിട്ട് വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. 139 രൂപയ്ക്ക് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത്. ആ ഒരു ക്യാഷിന് ഇത് വർത്ത് തന്നെയാണ്. മാത്രമല്ല നമുക്ക് അടുക്കളയിൽ എന്തായാലും ഇത് ആവശ്യമാണ്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് കൈയൊന്ന് കഴുകാനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ കഴുകുന്ന സമയത്തോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും കഴുകുന്നതൊക്കെ സമയത്ത് നമുക്ക് കൈയൊന്ന് കഴുകാനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഹാൻഡ് വാഷ് കരുതേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി യൂസ് ചെയ്യാം.